ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഫുൾ ഡേ റൂട്ടീനുമായിട്ടാണ്. ഇതിലെ വീടും പരിസരവും എങ്ങനെയാണ് പുതിയതുപോലെ എപ്പോഴും പുതിയതുപോലെ വെക്കാനുള്ള ടിപ്സും കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ ഞാനിത് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല. വോയിസ് ഓവർ കൊടുക്കാണ്ട് എൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. പക്ഷേ ഇർഫാനാൻ്റെ വോയിസ് ഇല്ലായിട്ട് മിസ് ചെയ്യുന്ന എന്തോ പോലെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ വീഡിയോ പ്രൈവറ്റ് ആക്കിയിട്ട് പുതിയ വീഡിയോ ചെയ്യാമെന്ന്. ഇതിന് വ്യൂസ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ഒരുപാട് പേര് കണ്ടതാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വീണ്ടും വോയിസ് ഓവർ കൊടുത്തിട്ട് ഈ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. കാര്യം ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തൊരു വീഡിയോ ആണിത്. എന്തായാലും കണ്ടോക്കാം. ഇപ്പോൾ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ കിളികൾ വരും കേട്ടോ. ആ കിളികളെ സൗണ്ടും എല്ലാം ആയിട്ട് നല്ല രസമാണ്. ഞാനിപ്പോൾ ഇതാ ഗാർഡൻ എന്താ പറയുക, ഈ ഒരു ഗ്രാസെല്ലാം ഒന്ന് അടിച്ചെടുക്കലാണ്. കാര്യം കുറേ മാവിൻ്റെ ഇല വീഴും. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ബൊഗൻവില്ല വാങ്ങിയിട്ട് നട്ടിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക വേസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ചു വാരിയെടുക്കലാണ്. മുറ്റത്ത് കുറേ ടൈം പണിയാനുണ്ടാവും കേട്ടോ. രാവിലെ ചായ കുടിച്ചിട്ട് ഞാനും മിക്കയും കൂടിയിട്ട് ഇങ്ങനെ മുറ്റത്ത് പണിയെടുക്കലാണ്. ഇന്നിപ്പോൾ എന്തായാലും ഇക്കില്ലേ ക്യാമറ നോക്കിയിട്ടൊക്കെ പുറത്തായില്ല. അപ്പോൾ ഞാൻ അടിച്ചു വാരുന്ന കണ്ടിട്ട് ക്യാമറ നോക്കിയിട്ടില്ല പറയുന്നുണ്ട് ഇർഫാൻ എന്താ ചെയ്യുന്നതെന്ന്. അങ്ങനെ ക്യാമറയിലെല്ലാം കാണും, എൻ്റെ ഫോണിൽ അങ്ങനെ കാണും. പിന്നെന്താ, മുറ്റെല്ലാം ഡെയിലി ഇങ്ങനെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ക്ലീനായ മുറ്റം കാണുമ്പോൾ ഒരു സമാധാനം. കുറച്ച് പണിയുണ്ടാവും, എന്നാലും അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ചുറ്റോടൊന്ന് നോക്കുമ്പോൾ ഒരു ഫ്രഷ് ഫീലെല്ലാം ഉണ്ടാവുക. അങ്ങനെ ഇപ്പം എന്താ പറയുക, പുതിയ ക്യാമറയും കൂടി ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ആ ഒരു ചുറ്റും കാണാൻ പറ്റുന്ന ഒരു ക്യാമറയില്ലേ, സംസാരിക്കാനെല്ലാം പറ്റുന്ന ഒരു ടൈപ്പ്, അത് ഫിറ്റ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയാലും ഗേറ്റ് തുറന്നാലും എന്താ പറയുക എല്ലാം ഒക്കെ ഷോപ്പിൽ നിന്ന് സംസാരിക്കും നമ്മളോട്. അങ്ങനെ സംസാരിക്കാൻ പറ്റും. നല്ല രസമാണ് മാഷാ അല്ലാഹ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ അടിച്ചുവാരി എടുത്തിട്ടുണ്ട്. ഞാൻ ഓരോരോ ഭാഗത്തായിട്ട് ഇങ്ങനെ കച്ചറ കൂട്ടി വെക്കും. ഇതിൽ ഡെയിലി ഇതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇതൊരു ദിവസത്തേതല്ല, ഡെയിലി ഇതുപോലെ തന്നെ മുറ്റത്ത് മാവലും കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ ഡെയിലി അങ്ങനെ രാവിലെ തന്നെ അടിച്ചുവാരി കഴിഞ്ഞാൽ നല്ലതല്ലേ. ആ ഗ്രാസിൽ അടിച്ചാരി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ ബോഗൻവില്ല ഇങ്ങനെ എന്താ പറയുക നല്ലോണം വളർന്നിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഒതുക്കി കൊടുക്കണം. ഒന്ന് വളച്ചിട്ട് ആ ഒരു മുള്ളുണ്ടാവില്ലേ അതിൽ തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാലില്ലേ ബോഗൻവില്ലയിൽ ഭയങ്കരമായിട്ട് ഫ്ലവർ ചെയ്യും കേട്ടോ. പണ്ടൊന്നും എൻ്റെ വീട്ടിലില്ലേ എത്ര വെച്ച് കഴിഞ്ഞാലും ഫ്ലവർ ചെയ്യൂല ബോഗൻവില്ല, ഈ കടലാസ് പൂവ്. എന്നിട്ട് ഞാൻ കുറേ സെർച്ച് ചെയ്ത് ഒരുപാട് വളം ഇട്ട് കൊടുത്ത് നോക്കി, എന്നിട്ടൊന്നും ഒരു റിസൾട്ടില്ല. ലാസ്റ്റ് ഞാനിതൊരു വീഡിയോയിൽ കണ്ടതാണ്. എന്താ പറയുക ബോഗൻവില്ല വളർന്നു കഴിഞ്ഞാൽ അതൊന്ന് വളച്ചിട്ട് ആ ഒരു ഓരോരോ ഭാഗങ്ങളും വളച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ മുള്ളിലേക്ക് ഇങ്ങനെ ഒതുക്കി വെച്ചെടുത്ത് കഴിഞ്ഞാലില്ലേ ആ വളച്ച ഭാഗത്തുനിന്ന് ഫ്ലവർ ഉണ്ടാവും, പൂക്കൾ വിരിയുമെന്ന് പറഞ്ഞ്. അപ്പോൾ ശരിക്കും സത്യം തന്നെയാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴേക്ക് ആ വളർന്ന ആ ഓരോരോ ഭാഗത്തുനിന്ന് നല്ലോണം ഫ്ലവർ. കഴിഞ്ഞ പ്രാവശ്യം മാഷാ അല്ലാഹ് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ടായിനി. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കലാണ്. പിന്നെ എന്താ പറയുക ബോഗൻവില്ലയ്ക്ക് ഞാൻ എന്താ പറയുക ആ ഒരു കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കും. പിന്നെ കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ചാണകം എല്ലാം കൂടിയിട്ട് പുളിപ്പിച്ചിട്ട് ഒരു 5 ദിവസം പുളിപ്പിക്കും. എന്നിട്ട് അതിൻ്റെ സ്ലറി ഉണ്ടാവില്ലേ, അതിൻ്റെ നേർപ്പിച്ച വെള്ളം ഉണ്ടാവില്ലേ, അതൊഴിച്ച് കൊടുക്കലാണ്. നല്ലോണം ഫ്ലവർ ചെയ്യും കേട്ടോ. ഇൻഷാ അല്ലാഹ് അത് ഞാൻ വീഡിയോ ചെയ്യാം. ഞാനിപ്പം ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഞാൻ ബാക്കിയുള്ള വളങ്ങളും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല എന്താ പറയുക എല്ലാം കാണാണ്ട് മൊത്തത്തിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ. പിന്നെ ബൊഗൻവില്ല ഞാൻ ഈ ഭാഗത്തെല്ലാം എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും എനിക്ക് ഈ റോസും വൈറ്റും മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ് കൂടുതൽ കാണാൻ ഇഷ്ടം. അങ്ങനെ
ഇനിയിപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ വളച്ച് വെച്ച് കൊടുക്കലാണ്. ഇങ്ങനെ വളച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവേഴ്സ് ഉണ്ടാവും. പണ്ടെല്ലാം ഞാനില്ലേ ഇങ്ങനെ ഉയർന്നു വന്ന എന്താ പറയുക നല്ലോണം പൊന്തി വന്ന ആ ഒരു കമ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അതിൽ ഞാൻ കട്ട് ചെയ്ത് കളയലാണ് ഒരു വീഡിയോയിൽ കണ്ടിട്ട്. പക്ഷേ അങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല. അത് എന്താ പറയുക കൂടുതൽ വളർന്നു വന്ന കമ്പ് എന്താ പറയുക താഴത്തേക്ക് തന്നെ ഒതുക്കിയിട്ട് ഒരു മുള്ളിലേക്ക് ഇങ്ങനെ ഒതുക്കി വെച്ച് കൊടുത്താൽ മതി, ഇങ്ങനെ വളച്ചിട്ട്. എന്നാലാണ് കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാവുക. ചെയ്തു നോക്കാത്തവർ ചെയ്ത് നോക്കുക കേട്ടോ. കരി ചെടീൻ്റെ കാര്യത്തിൽ ഒരുപാട് എന്താ പറയുക പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഇപ്പോൾ ഒന്ന് എനിക്ക് റിസൾട്ട് വന്നത്, അതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഷെയർ ആക്കിയതാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തും കൂടി അടിച്ചു തരലാണ്. ഈ ഭാഗത്താണെങ്കിൽ ആ ഒരു വലിയ മാവ് ഉണ്ടായതുകൊണ്ട് കുറേ എന്താ പറയുക ചപ്പുണ്ടാവും, മാവിൻ്റെ ഇല ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാനില്ലേ ബോഗൺവില്ല റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിനി. ആദ്യം ഒരു ബ്ലാക്ക് ചട്ടിയിലെല്ലാം ഉണ്ടായിട്ടുണ്ടായിനി. എന്നിട്ട് ഈ ഒരു ഹാങ്ങിങ് പോട്ടിലേക്ക് തന്നെ മാറ്റിയിട്ട് വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് വെച്ചതാണ്. ഇപ്പോൾ ഏകദേശം പിടിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലില്ലേ ഒരിക്കലും വെയിലത്ത് വെക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ ചെടി പെട്ടെന്ന് മോശമാവും. ഇനിയിപ്പം 2 ദിവസവും കൂടി കഴിഞ്ഞിട്ട് ഇതിലെല്ലാം ഒന്ന് ഹാങ് ചെയ്ത് വെക്കണം. ഇനിയിപ്പോൾ ഈ ഒരു ഇൻ്റർലോക്കില്ലേ അതും കൂടി അടിച്ചു വരാനുണ്ട്. പിന്നെ മുറ്റത്തിൽ ഞാൻ പേൾ ഗ്രാസാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പം ആദ്യത്തെ ഗ്രാസിൽ വെയിലുള്ള ഭാഗത്ത് മാത്രം വെച്ചിട്ട് വെയിൽ കൊള്ളാത്ത ഭാഗങ്ങളുണ്ടാവില്ലേ അവിടെ ഞാൻ പേൾ ഗ്രാസ് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല മുറ്റത്ത് ഒരുപാട് പണികളുണ്ടെന്ന്. സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട്. ചെടിക്ക് ഞാൻ ഡെയിലി വെള്ളം ഒഴിക്കുമ്പം എന്താ പറയുക മടിയെല്ലാം പിടിച്ച ദിവസം ഉണ്ടാവില്ല. എന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല വെയിലെല്ലാം വരാൻ പോകുമ്പോൾ എൻ്റെ ഗ്രാസ് എല്ലാം മൊത്തത്തിൽ വാടിപ്പോവും. അപ്പോൾ എല്ലാ ചെടികൾക്കും സെൽഫായിട്ട് വെള്ളം കൊടുക്കുന്ന രീതിയിൽ ഒരു ടൈമിന് ഒരു 7 മണിയാകുമ്പം തന്നാൽ അങ്ങനെ വെള്ളം എന്താ പറയുക എല്ലാ ചെടികൾക്കും വെള്ളം പോവും. അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. സ്പ്രിങ്ക്ലറെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. ചെടികൾക്കെല്ലാം എന്താ പറയുക ഈ ചട്ടിയിൽ നട്ട ചെടികളെല്ലാം ഉണ്ടാവില്ലേ അതിനെല്ലാം മാത്രം എനിക്ക് അത്യാവശ്യം വെള്ളമില്ലാന്ന് കാണുമ്പം വെള്ളം നനച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റെപ്പും നാരിന്ന് നമ്മൾ പറയും ഇതെല്ലാം കഴുകിയെടുക്കലാണ്. ഇപ്പോൾ ഞാൻ സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മൾ മുറ്റം ക്ലീൻ ആക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ എന്നറിയും നമ്മൾ ഈ സ്റ്റെപ്പും കാര്യങ്ങളിലേ അവിടെയില്ലേ ഒന്ന് തുടച്ചെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കഴുകുന്നവരാണെങ്കിൽ കഴുകിയെടുക്കുക. എന്നാൽ തന്നെ ഒരു ഫ്രഷ് ഫീൽ ആയിരിക്കും കേട്ടോ. അത് വലിയ വീടാകണം, ഒരുപാട് ഗാർഡൻ വേണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ കുഞ്ഞു സ്ഥലമാണെങ്കിലും ഇല്ലേ കുഞ്ഞു മുറ്റാണെങ്കിലും കുറച്ച് ചെടികളെല്ലാം നട്ടു കൊടുക്കുക. കുറച്ച് ഗ്രാസ് ഇപ്പം ഗ്രാസ് എല്ലാം കുഞ്ഞു സ്ഥലത്തെല്ലാം നമ്മൾ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 25 രൂപ എന്ന കണക്കിനാണ്. ഇപ്പോൾ നമ്മൾ ഓരോരോ ഭാഗങ്ങളും മണ്ണുള്ള ഭാഗങ്ങളിൽ കുറച്ച് ഗാർഡൻ എന്താ പറയുക പച്ചപ്പ് വിരിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ വില കുറഞ്ഞ ചെടികളുണ്ടാവും. ഈ ഒരു ബൊഗൻവില്ലയ്ക്കെല്ലാം 30 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാന്റ്സ് എല്ലാം ഉണ്ട്. അങ്ങനെ വാങ്ങി നടാം. അടുത്ത വർഷമാകുമ്പോഴേക്കും അത് വലിയ പ്ലാന്റ്സ് ആയിട്ട് മാറും, വലിയ ചെടികളായിട്ട് മാറും. അതുപോലെ തന്നെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് കെയർ ചെയ്യുക, ഫെർട്ടിലൈസ് ചെയ്യുക, വളങ്ങൾ ഇട്ട് കൊടുക്കുക, കെയർ ചെയ്യുക, അതെല്ലാം ചെയ്യുക കേട്ടോ. ഈ വാടിയ ലീഫെല്ലാം വാടിയ ലീഫെല്ലാം കളയുക. അതുപോലെ തന്നെ വെള്ളം ഓരോരോ ചെടികൾക്ക് കുറേ വെള്ളം വേണം, ചില ചെടികൾക്ക് വെള്ളം കുറച്ച് മതി. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ആന്തൂറിയം അതുപോലെ തന്നെ ഈ ഒരു ബോഗൺവില്ല കടലാസ് പൂവല്ലില്ലേ അതിനെല്ലാം കുറച്ച് വെള്ളം മതി. ഫ്ലവർ ചെയ്യുന്ന ടൈം പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. വെള്ളം ചെക്ക് ചെയ്യുക, മണ്ണൊന്ന് ചെക്ക് ചെയ്തിട്ട് വെള്ളം തീരെ ഇല്ലയെന്ന് കണ്ടാൽ മാത്രമേ ഇങ്ങനത്തെ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ബാക്കിയുള്ള ഈ ഒരു ഗ്രാസും കാര്യങ്ങൾക്കെല്ലാം ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല വെയിലുള്ള സ്ഥലത്തെല്ലാം വെള്ളം ആവശ്യമാണ്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ മുറ്റം ഡെയിലി അടിച്ചു വരാ. പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ് ആയിരിക്കും. നമ്മളെ ശരീരം മാത്രം നമ്മൾ ഭംഗിയാക്കും, എന്നാലും വീടും പരിസരവും കൂടി ഭംഗിയിൽ വെച്ച് കഴിഞ്ഞാലേ നമ്മളെ വിശ്വാസത്തിൽ റഹ്മത്തിൻ്റെ മലക്കളാണ് എന്നറിയും.
ഐശ്വര്യം വരുത്ത് വൃത്തിയുള്ള എന്താ പറയുക വൃത്തിയുള്ള സ്ഥലത്താണ്. വീടും പരിസരവും വൃത്തിയുണ്ടെങ്കിൽ തന്നെ വീട്ടിനൊരു ഐശ്വര്യം ഉണ്ടാവും. മാഷാ അല്ലാഹ്, ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക. ആ ഒരു പോസിറ്റീവ് ഫീല് നിങ്ങൾക്ക് എന്താ പറയുക അറിയാൻ പറ്റും കേട്ടോ. എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും എത്ര വിഷമങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ദുഃഖങ്ങൾ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ബെഡിൻ്റെ ഉള്ളിൽ കരഞ്ഞ് കിടന്നിട്ട് ഒരു കാര്യമില്ല. ആരും നമ്മുടെ സങ്കടങ്ങൾ തീർക്കാൻ വരില്ല. അതിനു പകരം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് സന്തോഷം കിട്ടുന്നത് എന്താണോ അത് ചെയ്യുക. പ്രത്യേകിച്ചും സന്തോഷം കിട്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റത്ത് കുറച്ച് പൂക്കളും ചെടികളെല്ലാം കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക, നമ്മൾ പാർക്കിലെല്ലാം പോകുന്ന എന്തിനാണ് മനസ്സൊന്ന് ഫ്രീ ആകാനല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ മുറ്റം തന്നെ പാർക്കാക്കി എടുക്കുക. അത് വലിയ സ്ഥലം ഉണ്ടെങ്കിൽ കയ്യോന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഒന്നുമില്ല കേട്ടോ. കുഞ്ഞു മുറ്റാന്നുണ്ടെങ്കിലും കുറച്ച് എന്താ പറയുക ഗാർഡൻ ഗ്രാസ് എന്താ പറയുക ഒന്ന് പുല്ലെല്ലാം വെച്ച് പിടിപ്പിക്കുക. കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ്, വലിയ പൈസ ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞു മുറ്റെല്ലാം ആകുമ്പോൾ കുറച്ച് പൈസക്ക് നമുക്ക് ഓരോരോ ഏരിയയും എന്താ പറയുക ഓരോരോ ഏരിയയും സെലക്ട് ചെയ്തിട്ട് നമ്മൾ അത് സെറ്റാക്കാം. ഇതിപ്പം വലിയ മുറ്റെല്ലാം ആകുമ്പോൾ നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് ചെയ്യണ്ടേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫ്ലവേഴ്സ് അല്ലാന്നുണ്ടെങ്കിലും പഴങ്ങളെ ചെടികൾ അതെല്ലാം 30 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോരോ പ്ലാന്റ്സും നമുക്ക് നഴ്സറിയിൽ നിന്ന് പോയിട്ട് വാങ്ങാൻ പറ്റും. അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നിങ്ങളിപ്പം നിങ്ങളെ മുറ്റത്തേക്കൊന്ന് പോയിട്ട് നോക്കിയാൽ ഞാൻ പറയുന്ന പോലെ നല്ല പച്ചപ്പുള്ള ഗാർഡനാണോ അല്ല എന്താ പറയുക വരണ്ടുണങ്ങി വെള്ളം പോലും കിട്ടാത്ത ഗാർഡനാണോ നിങ്ങളതൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ ഗാർഡൻ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ നമ്മൾ മനസ്സിനും ഹാപ്പിനെസ് ഉണ്ടാവും. നല്ല വരണ്ടുണങ്ങിയിട്ടാണെന്നുള്ളതെങ്കിൽ നമ്മൾ മനസ്സും അതുപോലെ ഇരിക്കും കേട്ടോ, ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇന്ന് തന്നെ കുറച്ച് ചെടികളും കാര്യങ്ങളെല്ലാം വാങ്ങി ഉള്ള ചെടികൾ നനച്ച് അത് കെയർ ചെയ്ത് കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്ത് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് അടിപൊളി ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് പേര് ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യലുണ്ട് എന്നെല്ലാം പറയലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നത്. ഒരുപാട് പേർക്ക് അറിയുന്ന തന്നെ ആയിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിക്ക് പറഞ്ഞതാണ് കേട്ടോ. വീടിനുള്ളിൽ പുറവും എല്ലാം പച്ചപ്പായിട്ട് കാണുമ്പം പച്ച എന്ന് പറഞ്ഞ അറിയില്ലേ നമുക്ക് സമാധാനം തരുന്നൊരു സംഭവമാണ്. അപ്പം ചുറ്റോടും പച്ചപ്പ് കാണുമ്പം ഒരു പ്രത്യേക സന്തോഷമാണ്. ചിലർ പറയും ചെറിയ വീടാന്ന് ഒന്നും കഴിയൂല എന്നല്ല. ചെറിയ വീടാണെങ്കിലും കുറച്ച് മുറ്റാന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പച്ചപ്പ് പിടിപ്പിച്ച് നോക്കിയാൽ രാവിലെ ഉറങ്ങി എണീച്ച് വരുമ്പോൾ ആ ഒരു ഫ്രഷ് ഫീല് മാഷാ അല്ലാഹ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഫീൽ ചെയ്തിട്ട് തന്നെ അറിയണം. നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. മുറ്റത്തെ പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞാനിതാ വേഗം തന്നെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് റൂമൊന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. റൂം ക്ലീനാക്കിയാൽ തന്നെ എനിക്ക് പകുതി ആശ്വാസമില്ല. ആ ഒരു ബെഡും കാര്യങ്ങളെല്ലാം വിരിച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ നമ്മളൊന്ന് ചെയ്ത് നോക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീച്ച് ആ ഒരു ബെഡ് വിരിച്ച് കഴിഞ്ഞാലില്ലേ ഒരു ഭയങ്കര ഒരു സമാധാനമായിരിക്കും. ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കാട്ടോ. കുറേ പണികൾ ചുരുങ്ങി പോലത്തെ ഒരു ഫീലായിരിക്കും. ഞാനിതാ ബെഡെല്ലാം നല്ല വൃത്തിക്കൊന്ന് വിരിച്ചെടുത്തിട്ടുണ്ട്. ഇന്നിപ്പില്ലേ സെൻട്രാളും കിച്ചണും മാത്രമേ നമുക്ക് തുടക്കാനുള്ളൂ. ഫുള്ളായിട്ട് തുടക്കാനില്ല. ഞാൻ തലേ ദിവസം തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ മാച്ചിനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇർഫാൻ ആ മാച്ചിങ്ങനെ താഴ്ത്തി വെക്കുന്നോണ്ടാണ് ഇങ്ങനെ വളഞ്ഞിട്ടുള്ളതെന്ന്. ശരിയാന്ന് കേട്ടോ, ഞാൻ മാച്ചി ഇങ്ങനെ താഴ്ത്തി വെക്കലാന്ന്. ഞാൻ അധികമില്ലേ ആ ഒരു അഗാരോൻ്റെ ആ ഒരു വാക്യൂം ക്ലീനറില്ലേ അത് വിത്ത് മോപ്പായിട്ടുള്ള സംഭവം അതിലാണ് അടിച്ചുവാരലും തുടക്കലും നടക്കും. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ എടുക്കൽ കുറവാണിത്. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയമാകുമ്പം ഞാനിങ്ങനെ അടിച്ചു വരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ. പക്ഷേ ഈ മാച്ച് ഇങ്ങനെ വളയുന്ന എന്നിട്ടാണെന്നെല്ലാം കമൻറ്റിൽ കണ്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് സ്വന്തം വീട്ടിലത്തെ ഒരു അംഗത്തിനെ പോലെല്ലാം പെരുമാറുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അതിലപ്പുറം എനിക്ക് ഹാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തേരം എൻ്റെ സൗണ്ട് മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞേരം ഭയങ്കര സന്തോഷമായിട്ട് തോന്നിന് കേട്ടോ. എൻ്റെ വിചാരം നിങ്ങളെൻ്റെ വീടും പരിസരവും പത്രങ്ങളെല്ലാം കണ്ടിട്ടായിരിക്കും നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെന്നാണ്. പക്ഷേ നിങ്ങൾ എന്നോട് പറയാണ്ട് പറഞ്ഞാന്ന് അതൊന്നല്ല വേണ്ടി, നിൻ്റെ സംസാരം അടക്കമാണോന്ന് പറയുമ്പോൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അത്രയും ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിന്. സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മ പോലും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉർഫാന നിൻ്റെ എന്തോ ഒരു ജീവനില്ലാത്ത വീഡിയോ കാണുന്ന പോലെ ഫീൽ ചെയ്യുന്ന ഒരു രസമില്ലാടി വോയിസ് ഓവർ കൊടുത്ത വീഡിയോ ആണ് രസമെന്ന്.
അപ്പം നിങ്ങളെ സ്നേഹത്തിനും സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. ഒരുപാട് ഹാപ്പി തോന്നിയിട്ടുണ്ടായിന് കേട്ടോ. ചിലപ്പോൾ ഞാൻ വിചാരിക്കലുണ്ട് എൻ്റെ വീടും പരിസരം എല്ലാം കാണുന്നതുകൊണ്ടിരിക്കും നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെന്ന്. അതെല്ലാം എന്നോട് ഇഷ്ടം കൊണ്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായി കേട്ടോ. അതൊരു നല്ലൊരു കാര്യമായിട്ട് ഞാൻ പറയുന്ന അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തോടും എല്ലാ ആൾക്കാരോടും ഞാൻ നന്ദി അറിയുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ കമൻറ്റ്സ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ ആൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾ വീണ്ടും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നത്. കാര്യം ഈ വീഡിയോക്ക് എന്തായാലും വ്യൂസ് കുറവായിരിക്കും. കാരണം പകുതി മുക്കാൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞ വീഡിയോ ആണിത്, വോയിസ് ഓവർ ഇല്ലാണ്ട്. പിന്നെ അതിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വോയിസ് കൊടുത്തിട്ട് ഇത് ചെയ്തത്. അങ്ങനെ ഇനിയിപ്പോൾ ഞാനില്ലേ ബെഡും കാര്യങ്ങളും എല്ലാം വിരിച്ച് പിന്നെ ഈ ഒരു ഭാഗം സോഫയും കാര്യങ്ങളും പില്ലോ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച് അതുപോലെ തന്നെ ഇവിടെയാണ് ഇപ്പം പുറത്ത് കളത്തിലാണ് കേട്ടോ, ഇൻ്റർലോക്കിലാണ് നമ്മൾ എന്താ പറയുക അയലില്ലേ അത് വെക്കൽ. അപ്പം ഈ സോഫേൻ്റെ കൊണ്ടുവന്നിട്ടിടും ഉണങ്ങിയ ഡ്രസ്സെല്ലാം. അപ്പോൾ അതന്നേരം തന്നെ മടക്കി എടുത്തിട്ടില്ലെങ്കിൽ കുന്നുകൂടും. അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കിയെടുക്കലാണ്. നമ്മൾ കബോർഡെല്ലാം എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി കുറച്ചെല്ലാം അലക്കാനുണ്ടാവും. ആ ഒരു അലക്കുന്ന ഐറ്റംസ് നേരം തന്നെ മടക്കി വെച്ച് കഴിഞ്ഞാൽ കബോർഡ് എപ്പോഴും നല്ല നീറ്റായിട്ട് ഉണ്ടാവും കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ പണികളെല്ലാം എടുക്കാനില്ലേ 2-3 മണി എന്താ പറയുക 1-2-3 മണിക്കൂർ മതി. വലിയ വീടിലാണെങ്കിൽ ഒരു 3 മണിക്കൂർ അങ്ങനെ. പക്ഷെ നമ്മൾ മടിയില്ലാണ്ട് നല്ലൊരു എനർജിയോടുകൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണികൾ തീരും. നമ്മളില്ലേ പണി സ്റ്റാർട്ട് ചെയ്യും മുമ്പേ പറയാം, ഇപ്പം നമ്മൾ ഒരു 6 മണിക്കാണ് പണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 7 മണി 8 മണിയാകുമ്പോഴേക്കും എൻ്റെ ഫുൾ പണി തീരണമെന്ന് നമ്മളെ മൈൻഡിൽ ഉറപ്പിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് നമ്മളെ സഹായിക്കും കേട്ടോ. ഈ ഒരു യൂണിവേഴ്സലാണെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം നമ്മളെ ഹെൽപ്പ് ചെയ്യും അതിന് വേണ്ടിക്ക്. അപ്പം നമ്മുടെ മനസ്സിൽ എന്താണോ നിയത്ത് അതാണ് സംഭവിക്കുക. അപ്പം നമ്മളെ മനസ്സിലെപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ്സ് മാത്രമേ സംഭവിക്കൂ. അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. അന്നേരം നമ്മളെ ലൈഫ് മെല്ലെ മെല്ലെ പോസിറ്റീവായിട്ട് മാറും കേട്ടോ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഒരുപാട് പേര് തെളിയിച്ച കാര്യങ്ങളാണ്. അപ്പം നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. അങ്ങനെ ഇനിയിപ്പോൾ ഞാനില്ലേ മടക്കി വെച്ച ഡ്രസ്സ് മടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാമെന്ന്. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കൂല, അത് അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ കുട്ടികൾ വന്ന് അവിടെ ഇരുന്ന് ചുളിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, വേഗം തന്നെ അത് എടുത്ത് വെച്ച്. എന്നാലും അത് സെറ്റായില്ലേ. ഇനിയിപ്പോൾ ഈ ഭാഗങ്ങളും കൂടി അടിച്ചു വാരാനുണ്ട്. ഈ ഒരു സോഫേൻ്റെ ഇടഭാഗങ്ങളെല്ലാം ഞാൻ അടിച്ചു വാരും കേട്ടോ. പിന്നെ കുണിയുന്നത് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാണിക്കാത്തതാണ്. പിന്നെന്താ സോഫേൻ്റെ ആ ഒരു ജനലിൻ്റെ ഭാഗമില്ലേ എപ്പോഴും ഉറുമ്പും കാര്യങ്ങളെല്ലാം പ്രാണികളെല്ലാം പൊടിയാക്കും. പിന്നെ പല്ലിൻ്റെ വേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം അടിച്ചു വാരി ഈ കാണുന്ന പോലെയല്ല ഓരോരോ ഭാഗങ്ങളും ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഇങ്ങനത്തെ ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ആദ്യം ഒന്ന് തുടച്ചെടുക്കും. പിന്നെ എന്തെങ്കിലും മണക്കാൻ വേണ്ടിക്ക് ലിക്വിഡ് ആക്കിയിട്ട് അത് തുടച്ചെടുക്കും കേട്ടോ. വീട് എപ്പോഴും ഫ്രഷ് സ്മെല്ലുണ്ടാകാൻ വേണ്ടിക്ക് എന്താ ചെയ്യേണ്ടി ഇർഫാന്നെല്ലാം പറഞ്ഞിട്ട് കുറേ കമൻറ്റ് കാണലുണ്ട്. ഞാനെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഭാഗങ്ങളെല്ലാം ഉണ്ടാവില്ലേ, കുട്ടികൾ തൊട്ടിട്ട് ഇതാക്കുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് നനഞ്ഞ തുണി വെച്ചിട്ട് തുടക്കും. എന്നിട്ട് വീണ്ടും അത് നല്ലോണം കഴുകിയിട്ട് വീണ്ടും എന്തെങ്കിലും ലിക്വിഡ് ആക്കിയിട്ട് തുടച്ചെടുക്കും. അതുപോലെ തന്നെ സോഫയും കാര്യങ്ങളെല്ലാം ഡെയിലി 2 ആഴ്ച കൂടുമ്പോഴും ഇതുപോലെ തന്നെ തുടച്ചെടുക്കലുണ്ട്. പിന്നെ ഡെയിലി ചെയ്യുന്ന കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ഉണ്ടാവില്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട സ്മെല്ലെല്ലാം ഉണ്ടാവില്ലേ, അത് ഞാൻ അടിക്കലുണ്ട് കേട്ടോ. ചിലർ അറിയും ഇഷ്ടപ്പെടാത്ത സ്മെല്ല് ഉള്ളതാണ് അടിക്കലെന്ന്. പക്ഷെ അത് എനിക്കൊരു നെഗറ്റീവ് ഫീല്, നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമല്ലേ അത് നമ്മൾ വീടിന് മൊത്തം അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് ഇഷ്ടമല്ലാത്തൊരു ഫീലായിരിക്കും. അന്നത്തെ ഡേ മൊത്തത്തിൽ മോശമായ പോലെ ഫീൽ ചെയ്യും. പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പെർഫ്യൂം എടുത്തിട്ട് നമ്മൾ അടിക്കുകയെന്നുണ്ടെങ്കിലേ അന്നത്തെ ഡേ മൊത്തത്തിലൊരു ഫ്രഷ് ഫീൽ ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള സംഭവമല്ലേ അത്. അങ്ങനെ പെർഫ്യൂം ബോഡിക്ക് അടിക്കാൻ തന്നെ എത്തൂല അങ്ങനെയെല്ലാം ചിന്തിക്കുന്നവരാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പം അധികം ആൾക്കാരുടെ അടുത്തും ഇപ്പം ഒരുപാട് സ്പ്രേയും കാര്യങ്ങളെല്ലാം ഉള്ളവർ തന്നെ ആയിരിക്കും. അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ബുഹൂർ, പിന്നെ ക്യാൻഡിൽ, നല്ല സ്മെല്ലുള്ള ക്യാൻഡിലെല്ലാം കിട്ടും. അതൊന്നും ചെയ്യാൻ കഴിയാത്തവരാണെങ്കിൽ നമുക്ക് ക്യാൻഡിലെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. കുറച്ച് പെർഫ്യൂമും കാര്യങ്ങളെല്ലാം മിക്സ് ആക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് ക്യാൻഡിലെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുക. എനിക്കിഷ്ടം കുറേ നാളായി ഞാൻ വിചാരിക്കുന്നത് അങ്ങനത്തെ എല്ലാം വീഡിയോസ് എടുക്കണം. പണ്ടാണെങ്കിലേ ഞാൻ ചിത്രം വരക്കും, എന്താ പറയുക കുറേ വരക്കും കേട്ടോ ഞാൻ. മാഷാ അല്ലാഹ് ഇപ്പം എന്താ പറയുക അതെല്ലാം ഞാൻ വിട്ട്
എന്താ പറയുക, നമ്മൾ ഓരോരോ ക്വാളിറ്റിയും മാറി മാറി വരില്ലേ നമ്മൾ വലുതാന്നോറും. അപ്പം പണ്ടത്തെ പോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. എന്താ പറയുക, ഞാൻ ഈ ചിത്രം വരക്കലുണ്ട്, അതുപോലെ തന്നെ പാട്ട് പാടലുണ്ട്, അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യമൊന്നും ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കലുണ്ട്. അത് എന്താ പറയുക, DIY ആ ഒരു എന്താ പറയുക ഈ ക്യാൻഡിൽ ഉണ്ടാക്കുക, പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തെടുക്കുക, അങ്ങനത്തെ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. സ്റ്റിച്ച് ചെയ്യൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഈ ഡ്രസ്സ് ചുരിദാർ അങ്ങനെ ഒന്നും അടിക്കുകയൊന്നും ചെയ്യില്ല, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്യൂലേ, അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും പോയിട്ട് പഠിച്ചതല്ല, നമുക്കിങ്ങനെ ജന്മനാ കിട്ടുന്ന ഓരോരോ കഴിവുകളുണ്ടാവില്ലേ, അതങ്ങനെ വളർത്തിക്കൊണ്ടാണ് നന്ന. പക്ഷേ എന്താ പറയുക, പക്ഷേ ഇപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിലില്ല എൻ്റെ ഫുൾ കാര്യങ്ങളും എല്ലാം അവിടെ സ്റ്റെക്കായ പോലെയാണ്. ഗാർഡനിങ് ചെയ്യലില്ല, ചിത്രം വരയ്ക്കലില്ല, പാട്ട് പാടലില്ല, ഒന്നും ചെയ്യലില്ല. ഇൻഷാ അല്ലാ അതെല്ലാം എന്നും സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാര്യമില്ലേ, നമ്മൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളെല്ലാം ആയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒന്നും വേണ്ടെന്ന്. പക്ഷേ ഇല്ലേ, നമ്മളെ സന്തോഷം മൊത്തം അവിടെ പോവും. ചെറുതിൽ നമ്മൾ എന്തെല്ലാമാണോ ചെയ്തത് അതെല്ലാം പിന്നെയും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിത്രം വരക്കുന്ന പോലെ തന്നെ ഇഷ്ടമുള്ള ഒരു കാര്യമൊന്ന് പാട്ട് പാടാൻ പഠിക്കും. പിന്നെ അതിൽ എന്താ പറയുക, നമ്മൾ വിശ്വാസത്തിൽ മ്യൂസിക് മോശമൊന്നും അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ അതങ്ങ് വിട്ട്. പിന്നെ വീട്ടിലുള്ളവർക്കും കാക്കെല്ലാം ഇങ്ങനെ വണ്ടിയിൽ നിന്നെല്ലാം പാട്ട് പാടുന്നല്ലാണ്ട് അതങ്ങനെ ആ ഒരു ആഗ്രഹം അങ്ങനെ വിട്ടിട്ടുണ്ടായിന്. പിന്നെ ചിത്രം വരക്കൽ ഇടയ്ക്ക് മെഹന്തി എന്താ പറയുക, പെരുന്നാളെല്ലാം വന്നാൽ മാത്രം മെഹന്തി ഇടയിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ അത് മാറ്റി നല്ല പെയിൻറ്റിങ്ങും കാര്യങ്ങളും പണ്ടത്തെ പോലെ തന്നെ എല്ലാം തിരിച്ചുകൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട്. പഴയ നമ്മൾ തിരിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു പ്രത്യേക വൈബായിരിക്കും, നമ്മൾ ആ ഒരു കുട്ടിക്കാലത്തേക്ക് പോകും. പിന്നെന്താ, അതുപോലെ തന്നെ എൻ്റെ ഗാർഡനും എല്ലാം ഒന്ന് കെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ പൂച്ച ഇവിടെ നിന്നെല്ലാം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പൂച്ച ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ പൂച്ചേൻ്റെ രോമെല്ലാം വീവൂലേ, നെജസ്സല്ലേ, പിന്നെ അത് അപ്പിട്ടിനാൽ ഉത്രച്ചിനാലെല്ലാം എന്താ ചെയ്യാന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. അതിൻ്റെ വെറ്റ് വൈപ്സ് ഇല്ലേ, അതെല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ നല്ലോണം കെയർ ചെയ്താൽ മതി. അത് എന്താ പറയുക, എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. നെജസ്സല്ലാന്നാന്ന് പറഞ്ഞാൽ ഞാൻ കുറേ സ്ഥലത്ത് എന്താ പറയുക വായിച്ചു നോക്കിയിട്ടുണ്ട്. പൂച്ചനെ വളർത്തൽ വീട്ടിന് ഐശ്വര്യം എന്നാണ് കേട്ടോ പറയുന്നത്. ഏറ്റവും നല്ല കാര്യമാണ് പൂച്ചനെ വളർത്തുക, അതിന് ഫുഡ് കൊടുക്കുക, അങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ. എന്താ പറയുക, പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പുറത്തുനിന്നാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ പുറത്തൊരു പൂച്ച വന്നിട്ട് പൂച്ചേൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ മ്യാവെന്ന് അറിയുന്നുണ്ട്. അങ്ങനെ പിന്നെന്താ, പൂച്ചനെ വളർത്തൽ നല്ലതാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഓവർ വൃത്തിയിലുള്ള ആൾക്കാർക്ക് അതിൻ്റെ അപ്പിടുന്ന കാര്യങ്ങളെല്ലാം ആകുമ്പോൾ നമുക്കൊരു വിഷമം പോലെ ഫീൽ ചെയ്യും. എനിക്ക് ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ, ഇല്ലാണ്ടൊന്നുമില്ല. പിന്നെ ആ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ഞാൻ വാങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യൂലാന്ന്. അപ്പോൾ ഞാൻ ഫുള്ളും ചെയ്തോളാം. പക്ഷെ ഇപ്പം ചെറിയ മടിയെല്ലാം പിടിക്കുന്നുണ്ടാക്കും. പക്ഷേ ആ പൂച്ച എന്തൊരു സ്നേഹമില്ല പൂച്ചയെന്നറിയോ, മാഷാ അല്ലാ, പാവ എൻ്റെ മടിയിലെല്ലാം വന്നിരിക്കുന്നത്. മൈസിമനിയെല്ലാം ക്ലാസ്സിൽ പോയി കഴിഞ്ഞാലില്ലേ ആരുമില്ലല്ലോ, എൻ്റെ ബാക്കിലേ വന്നിട്ട് എൻ്റെ കാലിൻ്റെ അരുവത്ത് വന്നിട്ട് അതിനെ സ്നേഹിക്കണം, എന്താ പറയുക, തടവി കൊടുക്കണം, തലോടണം, എന്തോ ഒരു ഇഷ്ടം വാങ്ങാന്നെല്ലാം പറയൂലേ നമ്മൾ അരുവത്തേക്ക് വന്നിട്ട്, അങ്ങനെ ചെയ്യുന്നു. അപ്പം ഇപ്പോൾ കൂടുതൽ അതിനോട് ഇഷ്ടം തോന്നിയിനി. ഇപ്പോൾ എത്ര കാലം നിൽക്കുന്നൊന്നും അറിയില്ല. ഒരു വൃത്തിയില്ലാത്ത സംഭവങ്ങൾ ഉണ്ടാക്കിയതിനാൽ തന്നെ ഞാൻ കൊടുക്കും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. എന്താ പറയുക, വൃത്തി എനിക്ക് മസ്റ്റാണ് വീട്ടിൽ. രോമം വീകലും കാര്യങ്ങളെല്ലാം നമ്മൾ ഡെയിലി തുടക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. ടാബ്ലായാലും കാര്യങ്ങളായാലും ഡെയിലി തുടക്കുന്നുണ്ടല്ലോ. കുട്ടികൾക്ക് ഹാൻഡ് വാഷ് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിന് കൈ കഴുകിയിട്ട് മാത്രമേ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പൂച്ചനെ തൊട്ടിനെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഓരോരോ ഭാഗങ്ങളും നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചിട്ടുണ്ട്. ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഫ്രഷ് ഫീൽ ആയിരിക്കും, നമ്മൾ വീട് എപ്പോഴും പുതിയതുപോലെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു കണ്ണട ഉണ്ടാ, ഇതിലെനിക്ക് ഏറ്റവും സങ്കടമുള്ളത് ഇവരിത് ഒട്ടിക്കുന്ന ടൈം ഇതിൻ്റെ പശയായി പോയിട്ടുണ്ടായിന്. അപ്പം നമ്മൾ എത്ര തുടച്ച് കഴിഞ്ഞാലില്ലേ അതിൻ്റെ കല അങ്ങ് പോവില്ല. ഇതുണ്ടില്ലേ, എനിക്ക് ഭയങ്കര ഒക്കെ മാറ്റിത്തരാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് ഇൻഷാ അല്ലാ. പിന്നെ എന്താ പറയുക, മൂന്ന് ബെഡ്റൂമിൽ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളർ. നമ്മളെ വീട്ടിലാണെങ്കിലേ കണ്ണട ഇങ്ങനെ വെട്ടിത്തിളങ്ങണം, ഒരു കല പോലും ഉണ്ടാകാൻ പാടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നും അങ്ങനെ കാണാൻ. പക്ഷേ എന്താ പറയുക, ഒട്ടിക്കുമ്പോൾ തന്നെ അതിന് പശയായിട്ടുണ്ടായിന് കുടിയിൽ കൂടുന്ന ടൈം തന്നെ. അതുകൊണ്ട് ഭയങ്കര ഒരു വിഷമമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യൽ. ഇനിയിപ്പോൾ ഞാൻ ഈ സെൻട്രാളും കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. അടിച്ചു വാരും മുമ്പില്ലേ ഞാനിങ്ങനെ നനഞ്ഞ തുണി വെച്ചിട്ട് എല്ലാ ഭാഗത്തും അടിച്ചു വാരും.
സോറി, എല്ലാ ഭാഗത്തും തുടച്ചെടുക്കും, എന്നിട്ടാണ് അടിച്ചു വാരൽ. പിന്നെ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് അലക്കുന്ന സൗണ്ട് കേൾക്കാം, അപ്പുറത്ത് ചേച്ചിമാർ അലക്കുന്നതാണ് കേട്ടോ. അതെന്നോട് കമൻറ്റിൽ ചോദിക്കലുണ്ട്. ഈ ഭാഗത്ത് എല്ലാവരും സൗണ്ട് പെട്ടെന്ന് കേൾക്കും കേട്ടോ, അടുത്തടുത്താണ് വീടുകളുള്ളത്. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ഈ ലീഫെല്ലിലെ മൊത്തത്തിൽ തുടച്ചെടുക്കലാണ്. ഈ ലീവ്സ് എല്ലാം ഇങ്ങനെ തുടച്ചെടുത്ത് കഴിഞ്ഞാലില്ലേ നമ്മൾ ചെടികൾ, ഉള്ളിലുള്ള ചെടികൾ, ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഷൈനിങ് ഉണ്ടാവും, പ്രത്യേക ഒരു തിളക്കുണ്ടാവും. മാഷാ അല്ലാ. പിന്നെന്താ, നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടികൾ. എന്ത് രസമെന്ന് അറിയാമോ, ആ ഒരു ഫീൽ ചെയ്തിട്ട് തന്നെ അറിയണം. കുറേ ആൾക്കാർക്ക് ഓരോരോ ഇഷ്ടങ്ങളായിരിക്കും അല്ലേ, എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടങ്ങളാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞ് ഞാൻ സെൻട്രാളും കിച്ചണും ഒന്ന് തുടച്ചെടുക്കലാണ്. 2 പ്രാവശ്യം വെള്ളം മാറ്റിയിട്ട് അങ്ങനെ തുടച്ചെടുക്കും. കിച്ചൺ ക്ലീനിങ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല, കാര്യം കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിലെല്ലാം ഞാൻ കിച്ചൺ ഡീപ്പായിട്ട് ക്ലീൻ ആക്കുന്ന കാണിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. ചോറും കാര്യങ്ങളെല്ലാം അതിൻ്റെ ഇടയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോറും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല, പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ ചോറും കാര്യങ്ങളെല്ലാം കാണിക്കുമ്പം സംസാരിക്കേണ്ട വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതെല്ലാം കട്ട് ചെയ്യാമെന്ന് ചെയ്തിട്ടുണ്ടായിന്. ഇന്നെന്തായാലും അന്നത്തെ ദിവസം എന്താ ഉണ്ടാക്കിയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാ മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ചെടി കണ്ട പൂച്ച അലങ്കോലാക്കി ഇട്ടതാണ് കേട്ടോ. ചെറിയ കുഞ്ഞുങ്ങളെപ്പോലെ ഇങ്ങനെ വലിച്ച് കളിക്കും. അങ്ങനെ രാവിലെ തന്നെ മൈസിയും മനുവിലെ ബെഡെല്ലാം വിരിച്ചു വെക്കും കേട്ടോ. അത് അവർക്കൊരു ശീലമായിട്ട് മാറിയിട്ടുണ്ട്. ഓരോ ബെഡ്റൂം ഓരന്നെ ക്ലീൻ ആക്കി എടുക്കും കേട്ടോ. അതുകൊണ്ട് ഒരു ആശ്വാസമാണ്. പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ, കബോർഡ് ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ അവരെന്നെ അത് ചെയ്യും. പിന്നെ ഞാൻ ഇടയ്ക്ക് ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഒന്ന് മടക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ എല്ലാം ക്ലീനായി, മുറ്റവും ക്ലീനായി. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. നമ്മൾ കുറച്ച് സമയം പണിയെടുക്കുകയാണെങ്കിൽ തന്നെ വീടിനുള്ളിൽ മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജി നിറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും കേട്ടോ. നിങ്ങൾ ആരെങ്കിലും മടി പിടിച്ചിട്ടെല്ലാം ഇങ്ങനെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീടും പരിസരമെല്ലാം വൃത്തിയാക്കി ഒന്ന് കുളിച്ച് ഫ്രഷായി നമസ്കരിച്ച് ഖുർആനെല്ലാം പാരായണം ചെയ്താൽ കിട്ടുന്ന സന്തോഷമില്ലേ, അത് വേറെ ലെവലാണ്. ലോകത്തെന്ത് കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ അത്രത്തോളം വരില്ല കേട്ടോ. ഒരുപാട് സമ്പത്തും കാര്യങ്ങളെല്ലാം വേണം. ഓരോരോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കുമെന്ന് പറയേണ്ട ആവശ്യമില്ല. സമ്പത്തും സ്ഥാനമാനങ്ങളും കൊട്ടാരങ്ങളും ഉള്ള ആൾക്കാർ തന്നെ ഡിപ്രഷൻ അടിച്ച് ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ ഇപ്പോൾ സന്തോഷം സമ്പത്തിലൊന്നല്ല ഉള്ള സന്തോഷം നമ്മളായിട്ട് കണ്ടെത്തേണ്ടതാണ്. നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത്, അതുപോലെ നമ്മൾ വീട്ടമ്മയാണെങ്കിൽ ആ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി നല്ല ഇഷ്ടപ്പെട്ട ഫുഡ് കുട്ടികൾക്കും ഭർത്താവിനും അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുത്ത് ഹാപ്പി ആയിട്ട് കഴിയാട്ടോ ഒരു ദിവസം. ഇന്നലകളിലേക്ക് നോക്കണ്ട, ഇനി നാളെ എന്താ വരാനില്ലെന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട. അതെല്ലാം പഠിച്ചവൻ്റെ കയ്യിലല്ലേ. അപ്പം നമ്മൾ ഇന്ന് 24 മണിക്കൂർ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഇന്നത്തെ ദിവസം ഹാപ്പി ആക്കാൻ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അതിൽ ചെയ്യാം കേട്ടോ. ഇപ്പം ഇതാ ഇന്നലത്തെ വീഡിയോയിൽ ഞാനിത് ഷെയർ ആക്കിയിട്ടില്ല. എല്ലാ പണിയും കഴിഞ്ഞേരം ഞാനിതാ ഫുഡ് കഴിക്കലാണ്. എന്താ പറയുക, ചോറ് ചിക്കൻ കറിയും പിന്നെ തേങ്ങ അരച്ച പരിപ്പ് കറി, പിന്നെന്താ പച്ചപ്പപ്പായില്ലേ അത് വറുത്തെടുത്തിട്ടുണ്ട്, അതുപോലെ ചോറും. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും, ബൈ. ഓക്കെ 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 ഓക്കെ.